യെസ്. എന്ത് തണുപ്പാടിയത്. വല്ല പനിയും വരും മനുഷ്യന്. മോളുറങ്ങിയ ചൊക്കിടൂ. ഉണിക്കിവിടെ നിറച്ചും ഫാൻസ് ആണല്ലോ. അതൊക്കെ നമ്മുടെ ചക്കിയുടെ ഫാൻസ് അല്ലേ. പിന്നെ ഞാൻ ബോറടിക്കുമ്പോൾ ചുമ്മാ അവരുടെ കൂടെ അങ്ങ് കൂടും. അജിത്തും ടീമുമായിട്ട് ഉണ്ണിക്ക് അത്ര അടുപ്പല്ലേ? അടുപ്പക്കുറവൊന്നുമില്ലടി. പുള്ളിക്കാരൻ വേറെ മൂടാണ്. നമ്മുടെ വൈബുമായിട്ട് അങ്ങ് സെറ്റാവില്ല. ഉണ്ണീൻ്റെ ഈ രീതി എല്ലാവർക്കും അങ്ങ് സെറ്റ് ആവണമെന്നില്ല. ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ജഡ്ജ് ചെയ്യുന്നിട്ട് ജഡ്ജ് ചെയ്യട്ടെ. വാ രണ്ടെണ്ണടിക്കാൻ. ഞാൻ ഇല്ല. വാ. നാളെ നേരത്തെ എണീക്കണം ഉണ്ണി. ഉണ്ണി പോയിക്കോ. ഞാൻ എന്തായാലും രണ്ടെണ്ണടിക്കാൻ പോവാം. നീ കിടന്നോ. പിന്നെ ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്യണോ? ഞാൻ ഓഫ് ചെയ്തോളാം. കോക്ടെയിൽ. കോക്ടെയിൽ മിക്സിംഗ്. ആടോ, എന്തു പറ്റി? ഉറക്കമൊന്നുമില്ലേ? ഞാൻ ലേറ്റ് ആവും. എന്തു പറ്റി? താൻ ഉറങ്ങിയില്ലേ? ഇവിടെ സഭ വിരിഞ്ഞിട്ടില്ല. അതിനെന്തോ തനിക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഇടയ്ക്ക് വിളി വരും. തന്നെയല്ല, ഞാനിങ്ങനെ വെറുതെ കിടന്ന് നേരം വിളിപ്പിക്കാന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഉറക്കമൊന്നുമില്ല. തനിക്കെന്താ മെഡിക്കേഷൻ ഒന്നുമില്ലേ? കൗൺസിലിംഗ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. എടോ, ഒറ്റയ്ക്ക് കൗൺസിലിംഗ് എടുത്തോണ്ട് ശരിയാവണമെന്നില്ല. ഇനി പോകുമ്പോഴേ താൻ അജിത്തുമായിട്ട് പോ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതിന് പുള്ളി മിസ്റ്റർ പെർഫെക്റ്റ് അല്ലേ? പ്രശ്നം മുഴുവൻ എനിക്കാണല്ലോ. പിന്നെ വൈകിട്ട് തന്നെ എവിടെയും കണ്ടിട്ടില്ലോ? ഞാനെവിടെ പോകാനോ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ആരും കാണാറില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ അല്ലേ? താനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കലോ. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര നെഗറ്റീവാണ്. അത് ശരിയാണ്. സോറി. തന്നെ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. 6 മാസം കടലിലും കരയിലും ജീവിക്കുന്ന എനിക്ക് ചില ക്രൂയിസിനിടയ്ക്കൊക്കെ ഡിപ്രഷൻ അടിച്ച കടലിൽ ചാടിയെ കൊള്ളാൻ തോന്നാറുണ്ട്. ഭക്ഷണം, ഉറക്കം, സെക്സ് ഇതൊക്കെ ശരിയായി തന്നെ എൻ്റെ പകുതി കാര്യമൊക്കെ. പിന്നെ സ്ഥിരമായിട്ട് സ്ട്രെസ്സുള്ള ഒരു ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. തനിക്കിപ്പോൾ വേണ്ട കുറച്ച് സെറട്ടോണിനും ഓക്സിഡോസിനും ഡോപ്പമിനും ഒക്കെയാണ്. എനിക്കിനിയും ഗുളികയൊന്നും കഴിക്കാൻ വയ്യ. ഇതൊന്നും ടാബ്ലറ്റിന്റെ പേരല്ലടോ, നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിന്റെ പേരാണ്. സോറി. അല്ല, ഇതൊക്കെ എങ്ങനെയാ അറിയുന്നേ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നല്ലേ അമ്മ അച്ഛനും പറഞ്ഞ നേരത്തെ ഗൂഗിൾ പറഞ്ഞുതരും. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കടോ. ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ ചില വഴികളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ഹലോ. പറയടോ. ഒരു വിക്കറ്റ് തെറിച്ചു. ആണോ? എന്നാ താൻ പോയി കിടക്ക്. ഓൾ ഔട്ട് ആവണവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിന് ഉറങ്ങാൻ പറ്റണ്ടേ? തലയിലൊരു അമ്മിക്കല്ല് കെട്ടി വെച്ച പോലെ. അല്ല, ഈ ഹാപ്പി ഹോർമോൺസ് കൂട്ടാൻ പറ്റിയ വഴി എന്താന്നാ പറഞ്ഞേ? എക്സസൈസ് ഒരു വഴിയാണ്,
സൂക്ഷിച്ചു വെച്ചേ. ഇങ്ങനെ പതിയെ വീട്ടിൽ പോകുന്നു. ഫിറ്റായിട്ടില്ലേ നമ്മളൊക്കെ വീട്ടിൽ കാലിലെ സൂര്യൻ വന്നാ പോലും നമ്മക്കാർക്കും ബോധം വരില്ല. പിന്നെ വീട്ടിലൊക്കെ ഒരുത്തൻ കയറിയ എങ്ങനെ അറിയാനാ? പൈസ അയച്ചേട്ടാ, അയച്ചേട്ടൻ ടെൻഷൻ അടിക്കരുത്. അങ്ങനെ നാരായണ പഴ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറി വീട്ടിൽ കയറി പൂശും. അല്ലെങ്കിൽ വേണ്ട അയച്ചേട്ടാ, ഇപ്പൊ തന്നെ പൂശ. വാ വീട് വാ. പൂശണം. നിങ്ങൾ എന്തിനാ പേടിക്കണം? അയച്ചേട്ടനില്ലടാ, പിന്നെ എന്തിനാ പേടിക്കണം? പരിപാടിക്കില്ല കേട്ടോ. രാവിലത്തേക്കുള്ള മാവാട്ടുമായിരുന്നു. ആട്ടിക്കഴിഞ്ഞെങ്കിൽ വാ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ. ആ മാലികേസിന്റെ പേര് സിബി സാർ, ഞാൻ കുറച്ചു നേരത്തിനൂടെ ഉണ്ടായില്ല. എസ് പി വിളിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോയാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആ ജാഥക്കാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ആയിക്കോട്ടെ സാർ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ സാർ. ഓക്കെ ഓക്കെ സാർ. നീർത്തിയാണ് യുഗ നിശ്ചയുടെ കുളിരായി കു ഇനി മോള് പാട് എന്താടോ ഇത്? വല്ല പണിക്കും പൊയ്ക്കൂടെ? ആ മെഷീൻ എടുത്തോണ്ട് പോയി കുറച്ച് 185 ഫയലി. വൈകുന്നേരം ഞാനാ സാട്ട കൊടുക്കേണ്ടത്. സാർ സാർ, എന്താടോ? ഒരു കംപ്ലൈന്റ് പറയാൻ വന്നാ സാർ. സക്കറിയ, ഇതെന്താന്നൊന്ന് കേൾക്കാം. ചെല്ല് സാർ. മൊബൈൽ ഇപ്പം വന്നേ ഉള്ളൂ, ഇട്ടോളാം. സാറേ, ഇയാളെ അയലത്തുകാരൻ വീട്ടിൽ കയറി തല്ലിന്നൊരു പരാതി.
എന്താ പേര്? ശ്രീകുമാരനുണ്ണി. എന്തിനാ തല്ലിയേ? അറിയില്ല സാർ. താൻ വെറുതെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു ചുമ്മാ അങ്ങ് തല്ലിയോ? അത് പോട്ടെ, തല്ലിയനിപ്പോൾ എവിടെ ഉണ്ട്? അയാളുടെ വീട്ടിലുണ്ട്. അവൻ്റെ നമ്പറുണ്ടോ? ഇല്ല. വീട് എവിടെയാ? അയാളുടെ വൈഫിൻ്റെ നമ്പറുണ്ട് സാർ. ഒറ്റയ്ക്ക് വന്നാണോ തല്ലിയേ? അല്ല, അവർ രണ്ടുപേരുണ്ടായിരുന്നു. അജിത്തും പിന്നെ ഒരു ലിംഗനും. ജോസേ, ആ സാറേ, ജോസേ ജനറൽ ഹോസ്പിറ്റലിലെ അല്ല സൂപ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാം കൊടുക്കാം സാർ. എന്നിട്ട് ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കും. പോകാം, പോകാം. തൻ്റെയും തന്നെ തലവിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഈ സാറ് കൂടെ വരും. ആ സക്കറിയാ സാർ. ആ തല്ലിയവൻ്റെ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞു. ആ പറഞ്ഞു. അജിത് നീലകണ്ഠൻ, മാളിയേക്കൽ ഹൗസ്, ഇന്ദിരാനഗർ, ഹൗസ് നമ്പർ 3. മതിയോ? കഴിക്കോ കേട്ടോ രണ്ടുപേരും. പോരാ. അജിത്തിൻ്റെ വീടല്ലേ? അതെ. ആളിവിടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഈ ശ്രീകുമാരൻ്റെ ഒരു വീട് ഇവിടെ എവിടെയാ? ഓ, അപ്പോൾ തൊട്ടടുത്ത അയാൾ ഇവിടെ ആ പറയടാ. ഇതേട്ടാ, അതിന്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോയത്. നമ്മളെന്താ? നീ വെച്ചോ. ആ ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടില്ല. അസോസിയേഷൻ ഗ്രൂപ്പിലൊരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണിക്കാമോ? ഒരു മിനിറ്റ് സാർ, ഫോൺ എടുത്തിട്ട്. SI സാറേ, ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഐ എം ലിങ്കൻ, ഒരു ഓൺലൈൻ ജേർണലിസ്റ്റാ. തൊട്ടയൽവക്കത്ത് താമസിക്കുന്നു. ഈ നടന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷിയാ. സാർ, ഇവനാള് ശരിയല്ല, വരത്തനാ. ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. സത്യം പറഞ്ഞ രണ്ടെണ്ണത്തിന് തുണിരിഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടിട്ട് ചൂരുണ്ട് പിടക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അവന് കുടുംബം കൂട്ടണമെന്ന് വിചാരിച്ച് ഞങ്ങളത് ചെയ്തില്ല. അതിന് എൻ്റെ കുടുംബത്തോടാണോ അയാൾ വെണ്ണ കയറ്റിയത്? സാറേ, ഞാനടക്കമുള്ള മാന്യമാർ കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലം ഇത്. അടുത്ത വീട്ടിലെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കുന്നതാണ് തൻ്റെ ഒരു മാന്യത. സാറേ, ജീവിക്കാൻ ഒരു മാർഗം തേടി ഇറങ്ങിയ പെൺകുട്ടികൾക്ക് ഇങ്ങനെ അക്രമം കാണിച്ച നോക്കി നിൽക്കണമെന്നാണോ സാർ പറയുന്നത്? ഇത്രയും സാധാവുള്ള ഇയാളാണോ അവരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി തുണി ഉരിഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ട് ചൂലുകൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞേ? നിന്റെ സൂക്കേടേ ഞാൻ മാറ്റിത്തരാം. വന്ന് ജീപ്പിലോട്ട് കയറേ. ഓ, എങ്ങനെ? ജീപ്പിലോട്ട് കയറാ. സാറേ വേണ്ടട്ടാ, ഇത് പണിയാവേ. സാറിന് ഈ പണി ഇട്ടിട്ട് കൊല്ലം കൂടെ ആയടാ. കയറി വണ്ടി കയറി. വീഡിയോ ഞങ്ങൾ കണ്ടു. നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ. പിടിക്കലൊന്നും വേണ്ട. സാർ ഞങ്ങൾ ആ എഞ്ചിനീയറെ വീട്ടിൽ കയറി തല്ലിയ പ്രതിയെ തപ്പി ഇറങ്ങിയതാ. എന്നിട്ട് സംഭവം മോറൽ പോലീസിംഗാ സാർ. ഒന്നാം പ്രതി അയത്ത് വീട്ടിൽ, രണ്ടാം പ്രതിയെ കിട്ടിയിട്ടുണ്ട്. FIR ഇട്ടോ? ഇല്ല സാർ, ഇട്ടില്ല. അത് പിന്നെ എഞ്ചിനീയറുടെ മെഡിക്കൽ എടുക്കാൻ ഞാൻ ജോസിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അയാളൊന്ന് മൊഴി എടുത്ത ഉടനെ കേസാക്കാം. FIR ഇടാൻ വരട്ടെ. ആ ഒന്നാം പ്രതി അജിത്ത് SP-ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ സാർ. അയാളിപ്പോ സ്റ്റേഷനിലേക്ക് വരും. എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഒന്ന് ഒത്തീർപ്പാക്കാൻ നോക്ക്. SP ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ആയിക്കോട്ടെ സാർ.
പ്രദീപ് സാറേ ഇതെന്താ ചിക്കൻ പൊങ്കാലയാ? ആ ഇനിയുണ്ടല്ലോ ഇത് വാഴയിലിട്ട് മൂടണം, എന്നിട്ട് ഈ ചെളി കൊണ്ട് അങ്ങ് പൊതിയണം. പിന്നെ നന്നായിട്ട് വിറവ് വെച്ച് കത്തിക്കണം, ഇടയ്ക്കൊന്ന് കറക്കി കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ചൂട് കയറാൻ. അങ്ങനെ കരിക്കങ്ങനെ വെന്തിറങ്ങി ചിക്കനുമായിട്ട് അങ്ങ് യോജിക്കും. എല്ലാം കൂടെ 1 മണിക്കൂർ എടുക്കും. ഇനി 1 മണിക്കൂറാ? ആ സാറത് കുക്കറിലിട്ട് 4 വിസിലടിച്ച പോരെ. സാറ് വേണേ കുറച്ച് കരിക്കൂട്ടോളോ? അത് ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യമല്ലേ. ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്ക്, അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറ. എന്താ ചേച്ചി? സാറേ സാറേ വണ്ടി ഒന്ന് ഓടിയാ. എന്താ ഒന്ന് ഓടിയാ. നടന്നോ? ആ നിൽക്കുന്നതാണ് അവൻ്റെ ഒപ്പം രാവിലെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി പെങ്കൊച്ച് കണ്ടോ? എടാ നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തെ? ഞാൻ ഓൾറെഡി നല്ല ടെൻഷൻ എന്ന് പറഞ്ഞതല്ലേ, ഒന്ന് പെട്ടെന്ന് വരുമോ? ആ വേഗം വാ. ഹലോ. മേഡത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വെള്ള പേപ്പർ എങ്ങനെ എഴുതി തന്നാൽ മതി. ഇല്ലെങ്കിൽ അയൽക്കാരൻ്റെ പരാതിയിൽ ഹസ്ബൻഡ് റിമാൻഡിലാവും, ജാമ്യം പോലും കിട്ടുകയില്ല. സാറേ പരാതി ഉണ്ട് സാറേ. സാറേ സാർ ഇതൊന്ന് കേട്ടിട്ട് എങ്ങനെ പരാതി എഴുതണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാ ശരിക്കും നടന്ന സംഭവം. പറയടാ ആയിത്തേട്ടനാടാ. പ്രിയ അങ്ങോട്ട് വന്നു. ആ അവളിപ്പോ അങ്ങോട്ട് കയറി പോകുന്നുണ്ടല്ലോ. ചേട്ടാ ചേട്ടന്റെ ഭാര്യയുടെ അടുത്ത് പറയണം എനിക്ക് ഭ്രാന്തില്ലാന്ന്. എന്താ? അല്ല ചേട്ടന്റെ ഭാര്യ പറയാണ് പ്രിയയുടെ അടുത്ത് എന്നെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യാൻ. ആര് ധന്യോ? ആ സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് ഇപ്പൊ കിച്ചണിലേക്ക് അവിടെ ചർച്ച എന്നെ കുറിച്ചായിരിക്കും. എടാ ഈ ആയിത്തേട്ടന് അടുക്കളപ്പുറത്ത് പോയി പെണ്ണുങ്ങളുടെ വർത്താനം കേൾക്കാൻ താല്പര്യമില്ല എന്ന് നിനക്കറിയില്ലേ? നിനക്ക് എത്ര സംശയമാണെങ്കിൽ നീ വന്നു കേട്ടോ. ചേട്ടാ എനിക്കാരെ സംശയമില്ല, ഞാൻ ഒരു സംശയരോഗിയല്ല. എന്റെ ഭാര്യ നിന്റെ ഭാര്യയെ ഉപദേശിക്കുന്നു എന്നുള്ളത് നിന്റെ സംശയമല്ലേ? സംശയമല്ല, അതിനുള്ള തെളിവാണ്. ചേട്ടൻ ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്ക്. എനിക്ക് വീട്ടിൽ കയറിയ ഒരു മനസമാനവും ഇല്ല. ചേട്ടന്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് അവള് ഫുൾ ടൈം എന്റെ തോളിൽ കയറുക. നീ ഫോൺ കട്ട് ചെയ്യണ്ട, നിന്റെ ആ സംശയം ഞാൻ മാറ്റിത്തരാം. ചേച്ചിക്ക് അറിയാത്തോണ്ടാ ഒരു കാര്യമില്ലാതെ മെക്കിട്ട് കയറും. എനിക്കാണെ നല്ല മൈഗ്രെയിനും അതിൻ്റെ ഇടയ്ക്കാ. ഞാനാണെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് ഒന്നും പറയണ്ടേ ചേച്ചി,
ഇന്നലെ രാത്രി എവിടെ നിന്നെങ്ങാണ്ടോ എന്തോ ചീഞ്ഞ സാധനവും വലിച്ചു കയറ്റിക്കൊണ്ട് എൻ്റെ മേത്ത് കയറാൻ വന്നു. ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഇളക്കോ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. ചേച്ചി, എനിക്കിതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം എൻ്റെ മൈൻഡ് സെറ്റാവണം. അങ്ങേർക്ക് മൈൻഡ് സെറ്റാവണമെങ്കിൽ കാര്യം നടക്കണം. സ്വന്തം കാര്യം കഴിഞ്ഞ് എണീറ്റ് പോവുകയും ചെയ്യും. സ്ഥിരം ഇതന്നെ പരിപാടി. അപ്പൊ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നേ? സ്വയം സന്തോഷിപ്പിക്കാനുള്ള കഴിവ് കൂടി സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാനത് ഹാപ്പിയാ. അത് തന്നെ സെൽഫി. മാഡം കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. ഈ സൃഷ്ടാവും സെൽഫിയും അതെന്തോന്നാ? ആ ആ ആ നീ എപ്പോഴാ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്? എപ്പോഴാന്നൊക്കെ ചോദിച്ചാ ചെറുപ്പത്തിൽ എപ്പോഴും തപ്പി പിടിച്ച് കണ്ടെത്തിയതാ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞ. ഈ അടുത്തോ? ആ, പ്രിയക്കറിയാമല്ലോ, എനിക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടുതലാണ്. കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉറക്കമൊന്നും അങ്ങ് ശരിയാവുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ ടോപ്പിക്കിലെത്തി. ആ, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ആരാ പറഞ്ഞേ? കൗൺസിൽ ചെയ്യുന്ന ആളാ? അല്ല, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അങ്ങനെ സംസാരിച്ചതല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ എക്സസൈസ്, തെറാപ്പി, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ വിഷയത്തിലോട്ട് വന്നതേ ഉള്ളൂ. സത്യത്തിൽ എന്നോട് ഇത്ര ഓപ്പണായി ആദ്യമായിട്ട് ഒരാൾ സംസാരിക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴല്ലേ. നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒന്നും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെ ചേച്ചി. പക്ഷെ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കോ? എന്തുദ്ദേശം? ദേ, കൊടുത്തിട്ട് വരാം. വിവേക. പറയടാ, നിന്റെ സംശയമൊക്കെ മാറിയോ? ആയിട്ടെ എന്റെ സംശയം അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു സാധനം വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കും. ശരിയടാ. ആ, ഓക്കെ. ആ, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ആരാ പറഞ്ഞേ? കൗൺസിൽ ചെയ്യുന്ന ആളാ? അല്ല, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? നിങ്ങളെ പെണ്ണുങ്ങളോടൊപ്പം പിടിച്ചാലല്ലേ നാണയ്ക്കൊടുങ്ങി. പൂക്ക് വയ്ക്കാൻ വന്ന പെൺകൊച്ചിനും മറ്റേ 2 മിനിറ്റ് വളച്ചു വീഴാണ്.